എല്ലാവർക്കും നമസ്കാരം. നല്ല ചെമ്മീനാണല്ലേ, കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഫ്രഷ് ചെമ്മീനാണ്, വലിയ ചെമ്മീനാണ്. അപ്പോൾ ഇതിന് കൊഞ്ചെന്നൊക്കെ പറയും. ചെമ്മീനെന്ന് ഞങ്ങൾ പണ്ട് വയനാട്ടുകാർ ചെമ്മീൻ എന്ന് പറയും കേട്ടോ. ഇതിന് കൊഞ്ചെന്ന് പറയുന്നത് വലിയ മീനാണ് കൊഞ്ചെന്ന് പറയുന്നതെന്നൊക്കെ പറയുന്നു. എനിക്ക് ഈ മീനുകളെ പറ്റി വലിയ പിടിപാടൊന്നുമില്ല. ഞാനിതധികം പാചകം ചെയ്തിട്ടൊന്നുമില്ല, ഫ്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നന്നാക്കാനും എനിക്ക് അത്രയ്ക്ക് പരിചയം പോരാട്ടോ. ഞാൻ വിചാരിച്ചതുപോലെയല്ല ഇപ്പോൾ മോളിത് നന്നാക്കണത്. ഞാൻ വിചാരിച്ച തലഭാഗം കത്രികയ്ക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങ് വലിച്ചാൽ മതിയെന്ന്. അപ്പോൾ അതൊക്കെ പോകും, അതൊന്നും കളയണ്ടെന്ന് മോള് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിടികിട്ടി ഇതിങ്ങനെയാണ് നന്നാക്കണേന്ന് കേട്ടോ. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു പോലെ തോന്നുക. ഈ ചെമ്മീനാണെങ്കിൽ തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ്, നന്നാക്കണ കാര്യം. പിന്നെ ഏറ്റവും വലിയ കാര്യം കണ്ടില്ലേ, ഇതിൻ്റെ നടുവിൽ ഇങ്ങനത്തെ ഒരു അഴുക്കുണ്ട് പോലും. അതെടുത്ത് കളഞ്ഞില്ലെങ്കിൽ ഭയങ്കര നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നമാണെന്നാണ് പറയുന്നത്. ഇവർക്ക് സാധാരണ ഈ എറണാകുളംകാർക്കൊക്കെ എപ്പോഴും മീനുകൾ, എല്ലാ മീനുകളും കഴിച്ചും ഉണ്ടാക്കിയൊക്കെ നല്ല പരിചയമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ചെമ്മീൻ വറക്കാമെന്ന്. മീനാണല്ലോ, മീൻ വറുത്ത പോലെ വറക്കാമെന്ന്. പക്ഷേ തെറ്റിപ്പോയി. ഒരിക്കലും ഇങ്ങനത്തെ ചെമ്മീൻ നമ്മൾ മീൻ വറുക്കണ പോലെ വറക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഇങ്ങനെ ഒരു ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ ഞാൻ അതിനെ മാറ്റി ചെയ്യും. ഞാൻ അപ്പം സാധാരണ പോലെയൊക്കെ മീൻ എന്നാൽ ശരി എന്നോട് വറുത്തോളാൻ പറഞ്ഞു മോള്. ഞാൻ എന്ത് ചെയ്തു, മസാലയൊക്കെ തേച്ച് പുരട്ടി വെച്ചോ, ഞാൻ വറുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ മോള് അതിന് സാധാരണ നമ്മൾ മീൻ വറുക്കണ പോലെ ഞാൻ പറഞ്ഞു കൊടുത്താണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇഞ്ചി പേസ്റ്റോ വെളുത്തുള്ളി ഇതൊന്നും ചേർത്തിട്ടില്ലേ. ഗരം മസാലയാണ് പ്രത്യേകിച്ച് പറയാനായിട്ട് കുറച്ച് ചേർത്തേക്കണേ. അപ്പോൾ ഇതെല്ലാം തേച്ച് ഒരു 2 മണിക്കൂർ നേരം വെച്ചിട്ട് വറക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അത് ശരി, ഞാൻ വറുത്തോളാമെന്ന് ഞാൻ പറയുകയും ചെയ്തു കേട്ടോ. ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് അവൾ വെച്ചത്. ഇതൊക്കെ എനിക്ക് പുതിയ അറിവാണ്. ഞങ്ങൾ ചെമ്മീൻ്റെ ആൾക്കാരല്ല. പിന്നെ ചെമ്മീന് കുറച്ച് ദോഷമുണ്ടല്ലോ, അത് കാരണം കൂടുതൽ നമുക്ക് പേടിയുണ്ട്. ചെമ്മീൻ കൊളസ്ട്രോൾ കൂട്ടും, ചെമ്മീൻ അലർജി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിതൊക്കെ വാങ്ങാനും. അപ്പോൾ ഇനിയാണ് എൻ്റെ കുഴപ്പം കേട്ടോ. ഈ ചെമ്മീൻ നമ്മൾ വറുക്കാൻ വെച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് കഴിയുമ്പോഴേക്കും അത് ചെമ്മീനൊക്കെ വീർത്ത് വന്നു. ഭയങ്കര കട്ടി, നല്ല വണ്ണത്തിലായിട്ടുണ്ട്. അപ്പോൾ ഈ ചെമ്മീൻ അങ്ങനെ ഇരുന്നാൽ വേവില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ചെമ്മീൻ നമ്മൾ നടുവേ പൊളിച്ചിട്ട് വറുക്കണമായിരുന്നു എന്ന്. അതാണ് എനിക്ക് പറ്റിയ തെറ്റ് കേട്ടോ, എൻ്റെ അറിവില്ലായ്മ. ഇതാണ് ഇന്നത്തെ ചെമ്മീൻ ഫ്രൈയിൽ എനിക്ക് സംഭവിച്ച കാര്യം. ഇത്രയേ ഉള്ളൂ. നിങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നത്. ബൈ.